Good morning, dear students. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓർ അലർജി. Proper functioning of immune system is essential for defense against infections. Abnormal functioning or defects in immune system can lead to serious and often fatal disorders called immune disorders. Hypersensitivity is an example of disorder caused by immune response. Deficiency of one or more components of the immune system lead to disorders collectively called immunodeficiencies. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള പതോജൻസിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നുമൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻസ് ബോഡിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് അബ്നോർമലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ചില ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പല സീരിയസ് ആയിട്ടുള്ള ഫേറ്റൽ ഡിസോർഡേഴ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഡിഫക്ട്സ് മൂലം അതിൻ്റെ അബ്നോർമൽ ഫങ്ഷനിങ് മൂലം ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ പറയുന്ന പേരാണ് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ഫങ്ഷനിങ് ഓർ ഡിഫക്ട്സ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം ലീഡ് ടു സീരിയസ് ഡിസോർഡേഴ്സ് ടേംഡ് ആസ് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓർ അലർജി എന്ന് പറയുന്നത്. ഇനി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സെല്ലുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി, ഒന്നോ അതിൽ കൂടുതലോ സെല്ലുകൾക്ക് കമ്പൈൻഡായിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ, ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. Deficiency in one or more components of the immune system lead to disorders collectively called immunodeficiencies. For example, നമ്മുടെ ഫാഗോസൈറ്റിക് സെല്ലിനോ അല്ലെങ്കിൽ മാക്രോഫേജസിനോ ന്യൂട്രോഫിൽസിനോ അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റുകൾക്ക് ഏതെങ്കിലും ഒക്കെ ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ അത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസിലേക്ക് വഴിതെളിക്കുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓർ അലർജി. ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് definitely beneficial to organism in that it helps to fight against a variety of invaders. It turns out to be disadvantageous to the body in a few instances such as graft rejection, autoimmunity and hypersensitivity. The overactivity of the immune system to antigen is often referred to as hypersensitivity. An antigen that elicits an immediate hypersensitivity reaction is called an allergen. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ ഓൾറെഡി ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു. ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻവേഡേഴ്സിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിക്ക് ഡിഫെൻസ് കൊടുക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഹാനികരമാകാറുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു ടിഷ്യൂ ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, അപ്പോൾ നമ്മുടെ ബോഡി അതിനെ 2 ദിവസം കഴിയുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസസ് വരുന്നു. അതുപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ചില ക്രമക്കേടുകളാണ്. അപ്പോൾ ആ ഓവർ ആക്ടിവിറ്റി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് ദ ഓവർ ആക്ടിവിറ്റി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു ആൻ ആൻറ്റിജൻ. ഇനി അലർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആൻറ്റിജൻ ദാറ്റ് എലിസിറ്റ് ആൻ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഏത് ആൻറ്റിജനാണോ ഇങ്ങനൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓവർ റിയാക്ടിവിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാക്കിയത്, ആ ആൻറ്റിജനെ പറയുന്ന പേരാണ് അലർജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ മറ്റൊരു പേര് അലർജി. ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് കാരണമായ ആൻറ്റിജൻ്റെ പേരാണ് അലർജൻ. അപ്പോൾ ഈ അലർജനകത്തിൽ ഇറ്റ് ഇൻക്ലൂഡ് ആനിമൽ സ്കിൻ, പോളൻ, ഡസ്റ്റ്, മൈറ്റ്സ് ആൻഡ് ഇറ്റ് ഫീക്കസ്. Hypersensitivity reactions are antigen specific and occurs after immune system has already responded to an antigen. This is a result of antigen specific memory responses. After the initial sensitization by the antigen or pathogen, these responses may occur daily when the immune cells or molecules come in contact with the same antigen or pathogen again. അപ്പം ഈ അലർജനായിട്ട് ആക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ആനിമൽ സ്കിന്നാവാം, പോളൻ ഗ്രെയിൻസ് ആവാം, ഡസ്റ്റ് ആവാം, അല്ലെങ്കിൽ മൈറ്റ് ആവാം, പല ഇൻസെക്റ്റുകൾ, അതിൻ്റെ ഫീക്കൽ മെറ്റീരിയൽ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ മെറ്റീരിയൽസ് ആയിരിക്കും അലർജനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അലർജൻ എന്ന് പറയുന്നത് ആൻറ്റിജൻ സ്പെസിഫിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്, അലർജി എന്ന് പറയുന്നത് ആൻറ്റിജൻ സ്പെസിഫിക് ആയിരിക്കും. ഓരോ ആൻറ്റിജനും ഓരോ രീതിയിലായിരിക്കും ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്താണ് അലർജനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അലർജൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിലും ഓരോ സംഭവങ്ങളായിരിക്കും. ചിലവർക്ക് പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാകും, പക്ഷേ മറ്റു ചിലർക്ക് പോളൻ ഗ്രെയിൻസ് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ചിലവർക്ക് ഡസ്റ്റ് പൊടി അലർജി ആയിരിക്കും, പക്ഷേ മറ്റു ചിലർക്ക് പൊടി അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചിലവർക്ക് ഇൻസെക്റ്റുകളുടെ എല്ലാം ചില ബോഡി പാർട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീക്കൽ മെറ്റീരിയൽസ് അതെല്ലാം അലർജി ആയിരിക്കും. ചിലവർക്ക് ചില പ്രത്യേക ക്ലോത്തിങ് മെറ്റീരിയൽ അലർജി ആയിരിക്കും. അപ്പം ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് അലർജന് മാറിക്കൊണ്ടിരിക്കും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എപ്പോഴും ആൻറ്റിജൻ സ്പെസിഫിക് ആയിരിക്കും. അതുപോലെ തന്നെ അത് ആദ്യം ഒരു അലർജൻ ബോഡിയിലേക്ക് വന്നു കഴിയുമ്പം ഉടൻ തന്നെ ബോഡി ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കത്തില്ല. അത് ആ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ആ ബോഡിക്ക് അലർജൻ ആണെങ്കിൽ അതിൽ നിന്നുള്ള മെമ്മറി സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ടൈം അതേ അലർജൻ വരുമ്പോഴായിരിക്കും ആ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ടിവിറ്റി കാണിച്ച് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇനിഷ്യൽ സെൻസിറ്റൈസേഷന് ശേഷം മാത്രമേ ബോഡി ഒരു ആൻറ്റിജനെ അലർജനായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷേ പിന്നീട് ആ അലർജൻ എപ്പോൾ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് വന്നാലും നമ്മുടെ റെസ്പോൺസ് വളരെ സ്ട്രോങ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. അലർജനെ നമ്മൾ എങ്ങനെ അലർജൻ മൂലം ഉണ്ടാകുന്ന അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആൻറ്റിജൻ ഓർ പതോജൻ ആൻ അലർജിക് റിയാക്ഷൻ മേ ഒക്കർ ഐദർ ഡ്യൂ ടു ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഓർ സെൽ മീഡിയേറ്റഡ് സിസ്റ്റം. The former usually occurs very rapidly and hence it is known as immediate hypersensitivity. 3 types of such hypersensitivity reactions are recognized: type 1, type 2 and type 3. സോ നമ്മുടെ ആൻറ്റിജൻ അല്ലെങ്കിൽ പതോജൻ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ആൻറ്റിജൻ അല്ലെങ്കിൽ പതോജൻ ഒന്നുകിൽ അത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് സിസ്റ്റത്തിനെ ആയിരിക്കും അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് മൂലം ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ടാകുന്നുണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ടാകുന്നുണ്ട്. ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഫാസ്റ്റാണ്, വളരെ റാപ്പിഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ആ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരുന്നത് 3 തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലാണ്: ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ടൈപ്പ് 4 എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നു. ദ സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് എ T cell mediated response. It is categorized as type 4 hypersensitivity. It takes several days to manifest itself and therefore it is known as delayed hypersensitivity. അപ്പോൾ ഈ ടൈപ്പ് 4 നിലവിൽ വരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് കാലതാമസം വരും, കുറച്ച് ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് നമ്മളതിനെ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അത് T cell mediated ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ 4 ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. അതിൽ ടൈപ്പ് 1, 2, 3 ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. ആൻറ്റിബോഡി ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ആക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ റാപ്പിഡ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതിന് ശേഷമുള്ള 4മത്തേത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അത് ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. അത് T cell mediated ഇമ്മ്യൂൺ റെസ്പോൺസ് മൂലം ഉണ്ടാവുന്നതാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അത് ടൈപ്പ് 4 ആണ്. ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T cell. ബാക്കി 3 ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. Type 1 hypersensitivity is mediated by immunoglobulin E antibodies which bind to the receptors on the mast cells or blood basophils. This initiates a sequence of intracellular events in the mast cells or basophil leading to the release of pharmacologically active mediators. These mediators in turn cause muscle contraction and vasodilation. Clinical manifestations of type 1 reactions include fever, asthma, food allergy and ischemia. Atopic dermatitis is a condition that makes skin red and itchy.
So type 1 hypersensitivity, it is mediated by antibody known as IgE, immunoglobulin E antibody. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ആൻറ്റിബോഡിയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡി പോയിട്ട് ബേസോഫിൽസിൻ്റെ സർഫസിലുള്ള റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നു. ബേസോഫിൽ അല്ലെങ്കിൽ മാസ്റ്റ് സെൽസ്. ബേസോഫിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് WBC ആണ്, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്. WBC ആണ് നമ്മുടെ ബ്ലഡ് സെല്ലാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സെൽസ് ആയിട്ടുള്ള ബേസോഫിൽസിൻ്റെ സർഫസിലുള്ള റിസപ്റ്ററിൽ പോയിട്ട് IgE ആൻറ്റിബോഡീസ് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ IgE ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുന്നത് മൂലം അവിടെ ഒത്തിരിയേറെ ഇൻട്രാസെല്ലുലാർ റിയാക്ഷൻസ് ആ ബേസോഫിലിൽ നടക്കുകയും അത് ഒത്തിരിയേറെ മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ മീഡിയേറ്റേഴ്സ് മസിൽ കൺട്രാക്ഷനും വാസോ ഡയലേഷനും കാരണമാകുന്നു. മസിൽ കൺട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മസിൽ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ മൂവ് ചെയ്യുന്ന സമയത്ത് മസിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ മസിൽ കൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ മസിൽ കൺട്രാക്ഷനും വാസോ ഡയലേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുക, ബ്ലഡ് വെസൽസ് വികസിക്കുക, കൂടുതൽ ബ്ലഡ് ഒഴുകിയെത്തുന്നു. അപ്പോൾ ആ രണ്ട് കണ്ടീഷനിലേക്കും IgEയുടെ ഈ ബൈൻഡിങ്, ബേസോഫിൽസിൻ്റെ റിസപ്റ്റേഴ്സിലുള്ള ഈ ബൈൻഡിങ് കാരണമാകുന്നു. അങ്ങനെ കാരണമാകുന്നത് ഇടയ്ക്ക് അത് റിലീസ് ചെയ്യുന്ന മീഡിയേറ്റേഴ്സ് മൂലമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വാസോ ഡയലേഷനും കൺട്രാക്ഷനും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറേ മാനിഫെസ്റ്റേഷൻസ്, കുറേ സിംറ്റംസ് ഉണ്ടാകുന്നു. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഫീവർ, ആസ്മ, ഫുഡ് അലർജി, അതുപോലെ എസീമ. എസീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റെഡ് ആൻഡ് ഇച്ചി ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എസീമ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സ്കിൻ കുറേ ചുമന്നിട്ട് ചൊറിച്ചിലൊക്കെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അലർജി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്കിന്നിൽ ചുമന്ന നിറവും അതുപോലെ ഒരു ഇച്ചിനെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ആൻറ്റിബോഡി IgE, and here IgE bind with the receptors on the surface of basophils which cause the release of mediators. It will cause the muscle contraction and vasodilations, and it will result in fever, asthma, then food allergy and eczema. And eczema is a condition in which our skin become red and itchy. നിങ്ങൾക്ക് എസീമ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലാസ്റ്റ് ലൈൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. Type 2 hypersensitivity reactions involve antibody-mediated destruction of cell via complement activation. The best example is blood transfusion reaction resulting from the mismatching of donor and recipient blood. അപ്പോൾ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൻറ്റിബോഡി മീഡിയേറ്റഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിജൻസിനെ അല്ലെങ്കിൽ അലർജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കോംപ്ലിമെൻറ്റുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റിബോഡി ബൈൻഡിങ്, ആൻറ്റിബോഡി ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ബൈൻഡ് ചെയ്തിട്ട് അത് കോംപ്ലിമെൻറ്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ബൈൻഡിങ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റിജനെ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്വേ ആണ് കോംപ്ലിമെൻറ്റ് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോംപ്ലിമെൻറ്റ് പാത്വേ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് വയ കോംപ്ലിമെൻ്റ് ആക്ടിവേഷനാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ മിസ്മാച്ചിങ് നടക്കുന്നു. ഡോണറിൻ്റെ ബ്ലഡും റിസിപ്പിയൻറ്റിൻ്റെ ബ്ലഡും തമ്മിൽ മിസ്മാച്ചിങ് ഉണ്ടാകുന്നത് ഈ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് 3 hypersensitivity. It is mediated by the formation of immune complexes. The immune complexes activate complement which cause inflammatory response mediated by massive infiltration of neutrophil. Typical symptoms include skin rashes, arthritic symptoms and glomerulonephritis. അപ്പോൾ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ മീഡിയേറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സുകളുടെ ഫോർമേഷനാണ്. അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു. ഇമ്മ്യൂൺ കോംപ്ലക്സുകൾ പോയിട്ട് നേരത്തെ പറഞ്ഞ കോംപ്ലിമെൻറ്റിനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ മൂലം ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ ഉണ്ടാകുന്നു. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ഇൻഫ്ലമേഷൻ വരുന്ന റീജിയനിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ റെഡനിങ് ഉണ്ടാകും. കൂടുതൽ ബ്ലഡ് വെസൽസ് അങ്ങോട്ട് ബ്ലഡും കൊണ്ടുവരുന്നു. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നത് മൂലം കൂടുതൽ ന്യൂട്രോഫിൽസും മാക്രോഫേജസ് പോലെയുള്ള ഇമ്മ്യൂൺ സെൽസുകൾ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയേറെ
എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ അവിടെ ഉണ്ടാകുന്നു. അപ്പം ഇമ്മ്യൂൺ കോംപ്ലിമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും ആദ്യം. കോംപ്ലിമെൻറ്റ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് കാരണമാകുന്നു. അപ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ധാരാളം ന്യൂട്രോഫിൽസ് അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നു. അപ്പം അവിടെ സ്കിൻ റാഷസ് ഫോം ചെയ്യുന്നു. അതുപോലെ ആർത്രൈറ്റിക് സിംറ്റംസ് ഉണ്ടാകുന്നു. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഗ്ലോമറിലേക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഗ്ലോമറിലെ കുറേ ടൈനി ബ്ലഡ് വെസൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരുന്നത്. അപ്പോൾ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതിൽ ആദ്യം വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സസ് ആക്ടിവേറ്റ് കോംപ്ലിമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് കാരണമാകുന്നു. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് മൂലം കൂടുതൽ ന്യൂട്രോഫിൽസ് ആ റീജിയനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നു. അത് സ്കിൻ റാഷസ്, അതുപോലെ ആർത്രൈറ്റിക് സിംറ്റംസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഇതൊക്കെയാണ് ഈ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റീവായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ T സെൽ മീഡിയേറ്റഡ് ആണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ദ ആക്ഷൻ ഓഫ് പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ് T സെൽ റിസൾട്ട് ഇൻ ദ റിലീസ് ഓഫ് വേരിയസ് സൈറ്റോകൈൻസ് വിച്ച് സെർവ് ആസ് ഇമ്മ്യൂൺ എഫക്റ്റേഴ്സ്. Cytokines cause accumulation and activation of macrophages that mediate localized tissue damage. Since there is a delay in manifestation of symptoms, this reaction is also called a delayed hypersensitivity. Typical symptoms include contact dermatitis, tubular lesions, and graft rejection. Some antigens have multiple effects. Penicillin can induce all 4 types of reaction types. സോ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ പ്രത്യേകത T സെൽ മീഡിയേറ്റഡ് ആണ്. സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള T സെൽസ് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യുന്നു. അത് ഇമ്മ്യൂൺ എഫക്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ സൈറ്റോകൈൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് മാക്രോഫേജസിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് മാക്രോഫേജസ് ഏത് ടിഷ്യൂസിലാണോ അലർജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ കയറിയിട്ടുള്ളത് അതിനെ ഡാമേജ് ചെയ്ത് കളയുന്നു. അപ്പം ഇത് കുറച്ച് സമയം എടുക്കുന്നു. ഒരു നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിംറ്റംസ് കുറച്ച് വൈകിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. സിംറ്റംസിൽ വരുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ അലർജൻ കോണ്ടാക്റ്റിൽ വരുന്ന ആ റീജിയണിലെ സ്കിന്ന് റാഷസും ഇച്ചിനെസ്സും ഒക്കെ കാണിക്കുന്നു. അതുപോലെ ലീസൺസ്, പാടുകൾ, പൊങ്ങലുകളൊക്കെ ഫോം ചെയ്യുന്നു. ഗ്രാഫ്റ്റ് റിജക്ഷൻ, അതൊക്കെ ഇതിനകത്തെ സിംറ്റംസ് ആണ്. അപ്പം ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ പ്രത്യേകത അത് സെൻസിറ്റൈസ്ഡ് T സെൽസാണ് ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമാകുന്നത്. പിന്നെ അത് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യുന്നു. അത് എഫക്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. സൈറ്റോകൈൻസ് മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്ത് ലോക്കൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കുന്നു. പിന്നെ അത് ഡിലേയ്ഡ് ആണ്, കുറച്ച് സമയം എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് വരുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസും ട്യൂബുലാർ ലെസിയോൺസും ഗ്രാഫ്റ്റ് റിജക്ഷനും ഒക്കെയാണ്. പിന്നെ ചില ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ്, ചില ആൻറ്റിജൻസിന് മൾട്ടിപ്പിൾ എഫക്ട്സ് കാണും. അതായത് ചില അലർജൻ നമ്മുടെ ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് 1ഉം ടൈപ്പ് 4ഉം ഒക്കെ ഒന്നിച്ച് കാണിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സിംറ്റംസും അതിൽ വരും. അല്ലെങ്കിൽ ടൈപ്പ് 2, ടൈപ്പ് 3യുടെ സിംറ്റംസ് കാണിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എഫക്ട്സ് ആയിരിക്കും ചില അലർജൻ ദേഹത്ത് കയറി കഴിയുമ്പോൾ വരുന്നത്. അതുപോലെ പെൻസിലിൻ എന്ന് പറയുന്ന പെൻസിലിൻ നമുക്കറിയാം ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അതെന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ പെൻസിലിൻ നമ്മൾ ആൻറ്റിബയോട്ടിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഈ 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഈ 4 തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസും ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു കോമ്പൗണ്ടാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. അതിൻ്റെ ടൈപ്പ് 1ൻ്റെ പ്രത്യേകത IgE ആൻറ്റിബോഡി ആണെന്ന് പറഞ്ഞു. പിന്നെ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ആൻറ്റിബോഡിയുടെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലെ മിസ്മാച്ചിങ് ടൈപ്പ് 2 കൊണ്ടാണ് വരുന്നത്. പിന്നെ ടൈപ്പ് 3യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 3 അവിടെ നമ്മൾ ആദ്യം ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇമ്മ്യൂൺ കോംപ്ലക്സ് കോംപ്ലിമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഫോം ചെയ്ത് അങ്ങനെയാണ് അവിടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അത് T സെൽ മീഡിയേറ്റഡ് ആണ്.
അവിടെ എന്താണ് സൈറ്റോകൈൻസ് ആണ് എഫക്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. സൈറ്റോകൈൻസ് മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് ഇത് കാരണമാകുന്നു. പിന്നെ പെൻസിലിൻ പോലെയുള്ള കോമ്പൗണ്ട്സ് ഈ 4 തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായകരമായിട്ടുള്ള കോമ്പൗണ്ട്സാണ്. ഇനി അതർ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഇത് നിങ്ങൾക്ക് സിലബസിലില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞേക്കുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് അലർജി പറഞ്ഞത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് അലർജി മാത്രമേ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. ഇത് കൂടാതെയുള്ള ഇമ്മ്യൂൺ ഡിസോർഡേഴ്സാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൽഫ് സെൽസിന് അഗനിസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കണ്ടീഷൻ. ആൻറ്റിജൻ ആണ് അല്ലെങ്കിൽ അലർജൻ ആണ് എന്നൊക്കെ ധരിച്ചിട്ട്, ഫോറിൻ ആണെന്ന് ധരിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ സെൽസിന് അഗനിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്രേവ് ഡിസീസ് അല്ലെങ്കിൽ എക്സോപ്താൽമിക് ഗോയിറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. പിന്നെ അടുത്തത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസാണ്. അത് ഒരു ഇമ്മ്യൂണോ ഡിസോർഡറിനകത്ത് വരുന്നതാണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ വരുന്നതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി, ഫാഗോസൈറ്റിക് സെൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടി സെൽ ഡെഫിഷ്യൻസി, അതെല്ലാം ഇതിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും സെൽസിന് വരുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസീസ് അതെല്ലാം തന്നെ ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.